മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഒരു താരമാണ് രഞ്ജിനി ഹരിദാസ്. വ്യത്യസ്തമാർന്ന അവതരണ ശൈലിയിലൂടെ പ്രേക്ഷക മനം കവർന്ന അവതാരിക. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന പരിപാടിയിലൂടെയാണ് താരത്തിന്റെ തുടക്കം. അതിനുശേഷം നിരവധി റിയാലിറ്റി ഷോകളിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലും രഞ്ജിനി അവതാരികയായി എത്തി. പിന്നീട് രഞ്ജിനി ഇല്ലാത്ത ഒരു പരിപാടിയും ഇല്ല എന്ന അവസ്ഥയിലായി. താരത്തിന്റെ അവതരണ ശൈലിയെ പിന്തുടർന്ന് ഒരുപാട് അവതാരികമാർ എത്തിയെങ്കിലും രഞ്ജിനിയുടെ അവതരണത്തിന്റെ അത്രയും ആർക്കും ഇതുവരെയും എത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. ബിഗ് ബോസ് സീസൺ 1 മത്സരാർത്ഥി കൂടിയാണ് രഞ്ജിനി. പിന്നീട് താരം തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ താരം വീണ്ടും എത്തിയിരിക്കുകയാണ്. ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിനായിരുന്നു താരം വീണ്ടും അവതരണത്തിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ കെനയുടെയും ഷാൽബിന്റെയും വിവാഹ റിസപ്ഷനിൽ ആങ്കറായി എത്തിയിരിക്കുകയാണ് രഞ്ജിനി. രഞ്ജിനി റിസപ്ഷൻ പരിപാടി ഏറ്റെടുക്കാൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഷാൽബിനും കെനയ്ക്കും ആശംസകൾ അറിയിച്ച സുരേഷ് ഗോപിയും ശ്വേതയും എത്തിയപ്പോഴും വരനെയും വധുവിനെയും എങ്ങനെ എന്റർടൈൻ ചെയ്യണമെന്നും അവിടെ ഇരിക്കുന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്നും കാണിച്ചു തരികയായിരുന്നു രഞ്ജിനി ഹരിദാസ്. തന്റേതായ ശൈലി കൊണ്ടുവന്ന ആളാണ് രഞ്ജിനി. അതുകൊണ്ട് തന്നെ രഞ്ജിനിയുടെ സംസാരം ഏറെ നാളായി പ്രേക്ഷകർ മിസ് ചെയ്യുകയായിരുന്നു. രഞ്ജിനിയെ കൈവിടരുതെന്നും ഷാജി പാപ്പനൊപ്പം മൈൽ സ്റ്റോൺ മേക്കേഴ്സിനൊപ്പം തന്നെ നിൽക്കണമെന്നുമാണ് ആരാധകർ കമന്റുകളിലൂടെ അറിയിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലെല്ലാം പ്രേക്ഷകർ ഏറെ പ്രീതിയുള്ള രണ്ട് ചാനലാണ് ഷാജി പാപ്പനും മൈൽ സ്റ്റോൺ മേക്കേഴ്സും. ഇവർക്കിടയിലൂടെ രഞ്ജിനി എത്തിയത് കാണികളിൽ ആവേശം കൊള്ളിച്ചു. വധുവിനെയും വരനെയും പരിചയപ്പെടുത്തുന്നതും അവരുടെ വീട്ടുകാരെ പരിചയപ്പെടുത്തുന്നതും സുരേഷ് ഗോപിയെയും ശ്വേതാ മേനോനെയും ഒക്കെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത് പോലും താരത്തിന്റെ പ്രത്യേക അവതരണ ശൈലിയിലൂടെയായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം രഞ്ജിനി അവതാരികയായി തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ പ്രേക്ഷകർ. മലയാളികളുടെ പ്രിയ അവതാരിക തന്നെയാണ് കെനയും. കെനയുടെ വരൻ ഷാൽബിനാണ് ഷാജി പാപ്പൻ എന്നറിഞ്ഞതോടെ ഞെട്ടുകയായിരുന്നു പ്രേക്ഷകർ. കെനയുടെയും ഷാൽബിന്റെയും റിസപ്ഷൻ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ്.